ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം അടിസ്ഥാന പാഠാവലി. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ചോദ്യോത്തരങ്ങളുമാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്? വായിക്കാം, എഴുതാം. മധുരക്കിഴങ്ങിൻ്റെ രുചി. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെൻറ്റ് മണ്ണും മാത്രം. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനിയൊരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. കൂണുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം വരുന്നത്? ആദ്യത്തെയാണ്, എ ആണ് ഉത്തരം. കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. രണ്ടാമത്തെ, കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്താണ്? അവരുടെ ദാരിദ്ര്യം. ബി ആണ് ഉത്തരം വരുന്നത്, അല്ലേ? അവരുടെ ദാരിദ്ര്യമാണ്, ഇല്ലായ്മയാണ് നമുക്ക് മനസ്സിലാവുന്നത്. മൂന്നാമത്തെ എന്താണ്? സുജിത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുജത്തിക്ക് നൽകിയത്? എപ്പോഴാണ്? മഴ പെയ്തപ്പോൾ, അല്ലേ? അപ്പോൾ ഉത്തരം ഏതാണ്? സി, മഴ പെയ്തപ്പോൾ. നാലാമത്തെ എന്താണ്? ഇടിവെട്ടിയപ്പോൾ സുജിത് സന്തോഷിച്ചത് എന്തിനാണ്? കൂണുകൾ മുളയ്ക്കുന്നതിനാൽ. സി ആണ് ഉത്തരം വരുന്നത്, കൂണുകൾ മുളയ്ക്കുന്നതിനാൽ. അഞ്ചാമത്തെ ചോദ്യം, 8 വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി. എപ്പോഴാണ്? ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്ന് അറിഞ്ഞപ്പോൾ. ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. പ്രവർത്തനം 2, കുറിപ്പ് തയ്യാറാക്കുകയാണ്. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക, അല്ലേ? അപ്പോൾ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നതിൽ അമ്മ എങ്ങനെയാണ്? അമ്മയാണ് അതിൽ പ്രധാന ഒരു കഥാപാത്രമായിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ എന്തൊക്കെ പറയാം നമുക്ക്? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ എന്താണ്? അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ? എന്തായിരുന്നു? അവന് ഊഞ്ഞാൽ വേണമെന്നതായിരുന്നു അവൻ്റെ അപേക്ഷ. ഓക്കെ. ഇനി പ്രവർത്തനം 3, വിശകലനക്കുറിപ്പ്. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പറയാം, കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. ആശാൻ്റെ കവിതകളുടെ അടിസ്ഥാനം സ്നേഹമാണ്. കുട്ടികൾ കുസൃതികൾ കാണിക്കുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അവർക്ക് കളിക്കിടയിൽ പരുക്കുപറ്റും. മുറിവിൻ്റെ വേദനയേക്കാൾ ഏറെ അവനെ തല്ലുമോ എന്ന ഭയം അവനെ അലട്ടുന്നു. ഈ കവിതയിലെ കുട്ടി കളികൾക്കിടയിൽ പരിക്കുപറ്റി കരയുകയാണ്. പനിനീർ ചെടിയുടെ മുള്ളുകൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. തൈമാവിൽ കയറി വീണ് കാൽമുട്ട് ചതഞ്ഞു. മുകളിലിരുന്ന പടം താഴെ വീഴ്ത്തി നെറ്റിമുറിഞ്ഞു. കട്ടിലിൽ കയറിച്ചാടി നിലത്ത് വീണ് കവിളത്തും പരിക്കുപറ്റി. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി വരുന്ന അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നു. കുട്ടിയുടെ മാനസികമായ വിഷമങ്ങൾ മാറ്റുന്നതിന് സ്നേഹത്തോടെ കൂടെ നിൽക്കുകയാണ് അമ്മ. അമ്മ തല്ലുമെന്നോർത്ത് കരയണ്ട എന്നും കുട്ടികളായാൽ വീഴുകയും മുറിവുകൾ ഉണ്ടാവുമെന്നും അതൊക്കെ കുട്ടികൾക്ക് അലങ്കാരമാണ് എന്നും അമ്മ പറയുന്നു. അവൻ്റെ മുറിവുകളിലെല്ലാം സ്നേഹത്തോടെ ചുംബിക്കുന്നു. വിടർന്നു നിൽക്കുന്ന പൂവിൽ വന്ന് വണ്ട് ഉമ്മ വയ്ക്കും പോലെ എന്നാണ് ഇതിനെ കവി വർണ്ണിക്കുന്നത്. അമ്മയുടെ ആശ്വാസവാക്കുകളും സ്നേഹസ്പർശവും കുഞ്ഞിൻ്റെ സങ്കടം ഇല്ലാതാക്കുന്നു. കാർമേഘം നീങ്ങി തെളിഞ്ഞു പ്രകാശിച്ച ചന്ദ്രനെ പോലെ അവൻ ചിരിക്കുന്നു.
അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹര ചിത്രമാണ് കവി വരച്ചിടുന്നത്. സുരിച്ച പുഷ്പത്തെ അളി പോലെ, കാർ നീങ്ങും ശശി പോലെ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ നമുക്ക് എന്താണ് ഒരു വിശകലന കുറിപ്പ് എഴുതാം. ഇനി ബി നോക്കാം. കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത എടുത്തിട്ടുള്ളത്? പുഷ്പവാടിയിൽ നിന്നാണ്. നാലാമത്തെ പ്രവർത്തനം എന്താണ്? ആസ്വാദനക്കുറിപ്പാണ്. കടലിനെ കുറിച്ചൊരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ. കടലെ നിന്നുടെ കഞ്ഞിയിലാരാണ് ഉപ്പു കലക്കി പറയാമോ, ഉപ്പതു കൂടിയ കാരണമാണോ നീയെപ്പോഴും തുള്ളുന്നു, നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്നു നനയ്ക്കുന്നു, നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ, മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ. കടൽ എന്ന കവിത വായിച്ചല്ലോ. കവിയുടെ ആശയം, ഇഷ്ടവരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഈ കടൽ എന്ന കവിത എഴുതിയിട്ടുള്ളത് ആരാണ്? നീതു ജയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഒരു കുട്ടി കടലിനെ നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? പല ചോദ്യങ്ങളും കടലിനോട് ചോദിക്കുന്നുണ്ട്. കടലിൻ്റെ വെള്ളത്തിന് എന്താണ്? ഉപ്പ് രസമാണ് അല്ലേ. അപ്പോൾ ഉപ്പാണ്. അപ്പോൾ അതിനോട് കടലിനോട് ചോദിക്കുകയാണ്, നിൻ്റെ കഞ്ഞി പോലെ, കഞ്ഞിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ കുടിക്കുക, അപ്പോൾ കഞ്ഞി പോലെ നിൻ്റെ കടലിലെ ആരാണ് ഉപ്പിട്ട് കലക്കിയത് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഉപ്പ് കൂടിയത് കൊണ്ടാണോ കടൽ ഇങ്ങനെ എപ്പോഴും തുള്ളി തുള്ളി നിൽക്കുന്നത് അല്ലേ, തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ഉപ്പ് കൂടിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെന്താണ്? നിന്നെ കാണാൻ നിൽക്കുകയാണ് അല്ലേ. കടൽ കാണാൻ നമ്മളൊക്കെ അവിടെ കടൽ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ എന്താണ്, ആ കടലിൻ്റെ തിരകൾ ഇങ്ങനെ വന്ന് നമ്മുടെ കാലൊക്കെ നനച്ച് ആ തിരകൾ ഇങ്ങനെ അടിച്ചു പോകും. പിന്നെന്താ ചോദിക്കുന്നത്? നിൻ്റെ കയ്യിൽ മുത്തുണ്ടോ? ആ വെള്ളം വന്ന് അടിച്ച് ചെതറുമ്പോൾ മുത്ത് പോലെ ആ തിരമാലകൾ ഇങ്ങനെ ചെതറിപ്പോവാണ് അല്ലേ, വെള്ളം ഇങ്ങനെ ചെതറിപ്പോവാണ്. അപ്പം നിൻ്റെ കയ്യിൽ മുത്തുണ്ടോ, നിൻ്റെ കയ്യിലുള്ള മുത്തിൽ ഒരെണ്ണം എനിക്ക് തരുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകതകളും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. എത്രയൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളുള്ളത് കൂടുതൽ കുഞ്ഞുങ്ങളിലും. നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. അപ്പം നിങ്ങൾ ചെയ്ത നന്മ ഏതാണ്, അതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനും അപ്പുവും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ വഴുക്കി വീണു. ഞാൻ അവനെ എണീക്കാൻ സഹായിച്ചു. അവൻ്റെ വലത് കൈയിൽ പരിക്ക് പറ്റിയിരുന്നു. സ്കൂളിൽ ചെന്ന് മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടി. അവന് ഞാൻ അന്ന് നോട്ടെല്ലാം എഴുതി കൊടുത്തു. ഉച്ചയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. വൈകുന്നേരം അവൻ്റെ ബാഗും ഞാൻ തന്നെ എടുത്തു അവനെ വീട്ടിൽ കൊണ്ടാക്കി. അന്ന് എനിക്ക് അവനെ സഹായിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നി. മനസ്സിൽ ആ നന്മ ഉള്ളത് കൊണ്ടാണല്ലേ. അവൻ വഴുക്കി വീണപ്പോൾ അവനെ എണീപ്പിക്കാനും അതിൽ മുറിവ് വെച്ചൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാനും, അതുപോലെ തന്നെ അവൻ്റെ പുസ്തകങ്ങൾ, നോട്ടുകളൊക്കെ അന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു. അതുപോലെ എന്തും ചെയ്തു. അവനെ ഭക്ഷണം വാരിക്കൊടുത്തു. അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അതൊക്കെ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള നന്മ കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ബി, മിറയ്ക്ക് വേണ്ടി അവൾക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? പരീക്ഷ എഴുതി കൊടുത്തു. ഇനി സ്നേഹസന്ദേശം പ്രവർത്തനം 6. കനിവായ് നിലാവായ് എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളുമൊക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം അതിൻ്റെ മാതൃക പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അച്ഛന് വേണ്ടിയിട്ടോ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ ടീച്ചർമാർക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ള സ്നേഹ സന്ദേശങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.